സഭ വീണ്ടും ചേർന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർ, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ളതാണ് സാർ. സാർ, ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ മേധാവിനുമുള്ള മറുപടിയാണ് സാർ. സാർ, ഹൈക്കോടതി പറഞ്ഞു കേൾക്ക്, അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞോട്ടേന്ന് കേൾക്ക് നിങ്ങൾ. യെസ്, മിനിസ്റ്റർ പറഞ്ഞു. had in its earlier order made it സഭാ നടപടികൾ നിർത്തിവെച്ചിരുന്നു. നേരത്തെ അതിന്റെ സ്ട്രീമിംഗ് വന്നിരുന്നു, അതും തടസ്സപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ സഭാ ടി വി ആ ദൃശ്യങ്ങൾ അത് പുറത്തേക്ക് വിട്ടിരുന്നില്ല. കാര്യം സഭയിലുള്ള കയ്യാങ്കളി, സ്പീക്കർ ഡയസിന്റെ അകത്തേക്ക് കയറിയ മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ചെയറിന് മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ ആർ ചെയ്ത് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സഭയിൽ സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധം നടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ആ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് ഐ ടിക്ക് മേൽ ഇടപെടൽ എന്നാരോപിച്ചുകൊണ്ട് ആദ്യം തന്നെ സഭയിൽ ഒരു പ്രസംഗം നടത്തി. തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും തുടർന്ന് അൻവർ സാദത്ത് സ്പീക്കർ ഡയസിലേക്ക് കടക്കുന്ന തൊട്ട് മുൻപാണ്. അതിനുശേഷം അതിനെ വാച്ചാൻവാട് തടഞ്ഞെങ്കിൽ അതിനുശേഷം മാത്യു കുഴൽനാടൻ MLA സ്പീക്കർ ഡയസിനുള്ളിലേക്ക് കടന്നു കയറി. പ്രതിപക്ഷ MLA മാർ സ്പീക്കർ ഡയസിനകത്തേക്ക് കടന്നു കയറി സ്പീക്കറുടെ ചെയറിന് മുന്നിൽ നിലയുറപ്പിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ കഴിഞ്ഞു. സഭാ ടി വി ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ കൂടിയും വാച്ചാൻവാർഡും പ്രതിപക്ഷ MLA മാരും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളും, ഒരു കയ്യാങ്കളിയിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഉന്തും തള്ളും സഭയ്ക്കുള്ളിലുണ്ടായി. ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ ഓരോരുത്തരായി ജാമ്യം കിട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഈ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിലെ വാദം ബുധനാഴ്ച കേൾക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പുതിയതായി എന്തെങ്കിലും എസ്റ്റേറ്റിക്ക് വെക്കാനില്ലെങ്കിൽ പോറ്റി കൂടി ജാമ്യം കിട്ടിപ്പോകുന്ന പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അന്വേഷണത്തിന്റെ അവസ്ഥ എന്താണ് എന്നോ ആശങ്ക അങ്ങനെ പൊതുവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ സഭയിലേക്ക് കൊണ്ടുവരുന്നു. അത് ഹൈക്കോടതിക്കെതിരെയുള്ള സമരമാണ്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് ഈ പ്രതിപക്ഷ സമരം. അത് കഴിഞ്ഞ ദിവസവും ഈ സഭയിലേക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ 2 MLA മാരുടെ നിരാഹാര സമരം അവിടെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരായ സമരമാണ് എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. അതിനിടയിൽ വി ശിവൻകുട്ടി ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ പാരടിപ്പാട്ട് പിന്നെയും സഭയിൽ ആവർത്തിച്ചു. ആ പാരടിപ്പാട്ടിന്റെ ആയുസ് ഇനിയും തീർന്നിട്ടില്ല. ആ പാരടിപ്പാട്ട് പിന്നെയും വളരെ സജീവമായി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്ന് വേണം ഇന്ന് സഭയിൽ നിന്ന് മനസ്സിലാക്കാൻ. സോണിയാഗാന്ധിയുടെ പരാമർശം നേരത്തെ സഭയിലേക്ക് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്നും സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയിൽ ഇന്നും സോണിയാഗാന്ധിക്കെതിരായ പരാമർശം മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. സഭയിൽ അസാധാരണമായ രീതിയിൽ അങ്ങേയറ്റം കലുഷമായ രീതിയിലുള്ള ഒരു സഭാതലമാണ് ഇന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയി ആർ ഷീദ് കണ്ടത്. നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ സഭാ ടി വി ആ ദൃശ്യങ്ങൾ മറച്ചത് കാരണം നമുക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കാരണം വലിയ ബാനർ പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സഭയിലേക്ക് എത്തുന്നത്. വാച്ചാൻവാട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നും ആ ബാനർ പിടിച്ചു വാങ്ങുന്ന രംഗമടക്കം സഭയ്ക്കുള്ളിൽ ഉണ്ടായി. ആർ ഷീത്ത് തുടർന്ന് ഷീത്ത് അടുത്ത കാലത്ത് സഭ കണ്ടിട്ടില്ലാത്തവണ്ണം വലിയ കലുഷമായി ബാർക്കോഴ മറക്കുന്നില്ല. പക്ഷേ അതിനുശേഷം സഭ കണ്ടിട്ടില്ലാത്തവണ്ണം വലിയ കലുഷമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഉറപ്പായും പറയാം ഷീത്ത്, അല്ലേ? ബാർക്കോഴക്കാലത്തെ ബജറ്റ് അവതരണത്തിൽ കണ്ടതിന് അടുത്തെത്തുന്ന അതിന് സമാനമെന്ന് പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും അതിനടുത്തെത്തുന്ന രംഗങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ MLA മാർ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യോത്തരവേള തന്നെ സഭ സമീപിച്ചു. പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷ MLA മാർ സഭയുടെ നടുത്തളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവരെ നേരിടാൻ ഭരണപക്ഷ MLA മാരും മുൻനിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷ MLA മാർ മുഖാമുഖം നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ചകളാണ് സഭാതലത്തിൽ നിന്ന് കണ്ടത്. രാവിലെ 9:39 സ്പീക്കറുടെ ഡയസിലേക്ക് ആലുവ MLA അൻവർ സാദത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചു. അതോടുകൂടി സഭ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോൾ നിയമമന്ത്രി പി രാജീവ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ MLA മാർ വീണ്ടും സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ആലുവ MLA അൻവർ സാദത്ത് തന്നെയായിരുന്നു സ്പീക്കറുടെ ഇടതുവശത്തൂടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അവിടെ വെച്ച് സ്പീക്കറുടെ വാച്ചാൻവാർഡുമായി അൻവർ സാദത്തും മറ്റ് പ്രതിപക്ഷ MLA മാരും ഉന്തുതള്ളുമുണ്ടായി. ഇതിനിടയ്ക്ക് സ്പീക്കറുടെ മുഖം മറച്ച ബാനർ വാച്ചാൻവാർഡ് പിടിച്ചു വാങ്ങി. അപ്പോൾ ഈ ഫ്ലെക്സിന്റെ ബാനറിന്റെ ഒരറ്റത്ത് വാച്ചാൻവാർഡും മറ്റേറ്റത്ത് പ്രതിപക്ഷ MLA മാരും തമ്മിൽ പിടിവലിയായി. അതോടുകൂടി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ അണിനിരന്നിരുന്ന വാച്ചാൻവാർഡ് ഒരു വിഭാഗം പ്രതിപക്ഷ MLA മാരും വശത്തേക്ക് മാറി. ഈ അവസരം മുതലെടുത്താണ് മാത്യു കുഴൽനാടൻ MLA നേരെ മുന്നിലൂടെ വേലിക്കെട്ടുകൾ ചാടിക്കയറി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് വന്നത്. അവിടെ ഒരു വാച്ചാൻവാർഡ് സ്പീക്കർക്കും മാത്യു കുഴൽനാടൻ MLAക്കും ഇടയ്ക്ക് നിന്ന് പ്രശ്നം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതോടുകൂടി സഭയുടെ അന്തരീക്ഷം കൈവിട്ടുപോയി. സ്പീക്കർ സഭ വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സമീപകാലത്തെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്.
ശ്രീജിത്ത്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ സഭാകാലയിൽ ഉടനീളം ഈ സഭാ സെഷന്റെ തുടക്കം മുതൽ തന്നെ സ്വർണ്ണക്കൊള്ള സഭയിലേക്ക് എത്തുന്നുണ്ട്. അത് ചെറുതും വലുതുമായ വാക്പോരുകൾക്ക് സഭയിൽ ഇടവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ദിവസം ഇത്രത്തോളം കലുഷമായ രീതിയിൽ ആ സമരം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് സഭയിൽ? പ്രത്യക്ഷമായി വീണ്ടും സഭയിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. ആ അന്വേഷണം ഇപ്പൊ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? സാർ, ലോകത്താദ്യമായി കോൺക്രീറ്റുള്ള സ്വർണ്ണക്കൊടി മരം ചിബല പിടിച്ചു എന്ന് കണ്ടെത്തിയ അസാധാരണ വൈഭവമുള്ള ആളുകളാണ് സാർ കോൺഗ്രസുകാർ. അപ്പൊ അതെല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ആദ്യത്തെ ദിവസത്തോട് പറഞ്ഞു, നിങ്ങളുടെ സമരം ഹൈക്കോടതിക്കെതിരാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് പറയാണ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ വല്ല വിലയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരാൾ പൊതു ചുമതല വഹിക്കുന്ന ഒരാൾ ഹൈക്കോടതിയെ കുറിച്ചോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചോ ഇത്രയും തരം താണ അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവർ ഹൈക്കോടതിയെ ഭയപ്പെടുന്നു. ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. അദ്ദേഹം വളരെ സത്യസന്ധമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ നരേറ്റീവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. അടുത്ത നരേറ്റീവ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് കൃത്രിമം നിറഞ്ഞ നരേറ്റീവ് കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് പ്രത്യേകമായി ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓർഡർ ഓർഡർ. ഈ സഭക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട മതി ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. യു പ്രതിഭ. യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾക്കാണ് സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ പ്രതിപക്ഷം BJPക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത്. സാർ, കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ. ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും, നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ സാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം കെട്ട സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ. സാർ, കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സാർ, ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത്? സാർ കുറുക്കന്റെ തല താൽക്കാലികമായി സഭ വീണ്ടും നിർത്തിവെക്കണം. പ്ലീസ്. സഭയിൽ വലിയ തോതിൽ സംഘർഷം, പിന്നെയും സഭ കൂടുമ്പോഴൊക്കെ വലിയ സംഘർഷം പ്രേക്ഷകർ കാണുകയാണ്. അവിടെ സഭാതലത്തിലേക്ക് കടന്നു കയറിയ മാത്യു കുഴൽനാടൻ MLA, മാത്യു കുഴൽനാടൻ ദൃശ്യങ്ങൾ കാണാം. സഭാതലത്തിലേക്ക് കടന്നു കയറിയ മാത്യു കുഴൽനാടൻ MLA സഭയുടെ ചെയറിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. സാധാരണഗതിയിൽ ചർച്ചയിലൊക്കെ സൗമ്യനായൊക്കെ പെരുമാറുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. മാത്രമല്ല, നമ്മുടെ ചർച്ചകളിലൊക്കെ ബാക്കിയുള്ളവർ ഏതെങ്കിലും തരത്തിൽ ബഹളം വെക്കുകയാണെങ്കിൽ അതിൽ അസ്വസ്ഥനാവുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടൻ തന്നെ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് കടന്നു കയറി ചെയറിന് മുന്നിൽ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയൊക്കെ സഭയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.